ഹലോ ഫ്രണ്ട്സ്, നിങ്ങളുടെ വീട്ടിൽ ചെമ്മീൻ ഇരിപ്പുണ്ടോ? നല്ല കുഞ്ഞ് പച്ച ചെമ്മീൻ എങ്കിൽ എൻ്റെ കൂടെ കൂടിക്കോ. ഞാൻ നല്ല ഒരു സ്നാക്സ് ഇത് വെച്ച് ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാൻ ഒരു കപ്പ് ചെമ്മീൻ ചെറുതായിട്ട് ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് പേസ്റ്റ് അല്ല, ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങ, ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഒരു 3-4 പച്ചമുളക് അല്ലെങ്കിൽ കാന്താരി മുളക് ഞാനിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത്, കാന്താരി മുളക്, പിന്നെ ഒരു കഷ്ണം ചുവന്നുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ഒരു 5-6 അല്ലി വെളുത്തുള്ളി, ഒരു 3-4 കറി ലീവ്സ്, ഇതെല്ലാം കൂടെ ഒന്ന് ഒതുക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ ഒരു കോയിൻ ചെമ്മീൻ വട എങ്ങനെ ഉണ്ടാക്കുന്നതെന്നാണ് നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഒന്ന് കണ്ടു നോക്കുക. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു നല്ലൊരു സ്നാക്സാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇപ്പം നമ്മുടെ ചെമ്മീൻ കോയിൻ വടക്കുള്ള കൂട്ടൊക്കെ ഞാൻ മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കയ്യിൽ കുറച്ചൊരു എണ്ണ തൂകിയിട്ട് അതൊരു ചെറിയ കോയിൻ സൈസിൽ, അതാണ് അതിൻ്റെ സൈസ്. എന്നാലേ നമ്മൾ ചെമ്മീനൊക്കെ പച്ചയാണ്, അപ്പോൾ അത് നമുക്ക് നന്നായിട്ട് മൊരിഞ്ഞ് വെന്ത് കിട്ടണം. വെളിച്ചെണ്ണയിൽ കിടന്ന് നല്ല മൊരിഞ്ഞ് വരണം. അപ്പോൾ അതുകൊണ്ട് ചെറിയ സൈസിലുണ്ടാക്കി ഇങ്ങനെ ഓരോന്നായിട്ട് ചെറിയ ചെറിയ പോർഷനാക്കിയിട്ട് നമുക്ക് അടുക്കി ഒന്ന് റെഡിയാക്കി വെക്കാം. ഇത് പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവുന്ന ഒരു 4 മണി പലഹാരമായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. വലിയവർക്കും ഇഷ്ടമാകും. അതൊരു വേണമെങ്കിൽ നമുക്കൊരു ഫംഗ്ഷനൊക്കെ നടത്തുമ്പം ഒരു പാർട്ടിയുടെ ആദ്യത്തെ ഒരു സ്റ്റാർട്ടറായിട്ട് വേണമെങ്കിൽ കൊടുക്കാം, ജ്യൂസിൻ്റെ കൂടെയൊക്കെ കൊടുക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ പറ്റുന്ന, പക്ഷെ ഇത് എളുപ്പമാണ്, ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. നമ്മൾ കുഞ്ഞു ചെമ്മീൻ മതി, വലിയ ചെമ്മീൻ വേണ്ട. അപ്പോൾ ആ ചെറിയ ചെമ്മീൻ എടുത്ത് ഒന്ന് മിക്സിയിൽ ഒന്ന് കറക്കിയാൽ മതി. എന്നിട്ട് ബാക്കി നമ്മൾ തേങ്ങയെല്ലാം കൂടെ ഒതുക്കി മിക്സ് ചെയ്ത് ഇങ്ങനെ ചെറിയ ബോൾസാക്കി ഞാനിങ്ങനെ റെഡിയാക്കി ഒരു പ്ലേറ്റിൽ വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ വളരെ കുറച്ച് ഇപ്പോൾ ഇതിനകത്ത് ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ, ഈ ചെമ്മീൻ ചെറിയ ചെറിയ കോയിനാക്കി വെച്ചേക്കുന്നത് നമ്മൾ വെറുതെ മൈദമാവിൽ ഒരു പ്ലേറ്റിൽ മൈദമാവ് എടുത്തിട്ട് അതിനകത്തൊന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ എല്ലാം അങ്ങ് കോട്ട് ചെയ്തിരിക്കണം. അങ്ങനെ കോട്ട് ചെയ്ത് നമുക്ക് ഓരോ ചെമ്മീൻ കോയിൻ വടയെ ഇങ്ങനെ മാറ്റി മാറ്റി റെഡിയാക്കി വെക്കാം. അത് കഴിഞ്ഞ ശേഷം നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ചൂടാക്കണം. നല്ലതായിട്ട് ചൂടാവണം വെളിച്ചെണ്ണ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ വട ഇട്ട് കഴിഞ്ഞിട്ട് വേണം അതിൻ്റെ തീ ഒന്ന് കുറച്ച് ഇടാനായിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ചൂടാക്കാനായിട്ട്. ഇനി അതൊന്ന് നന്നായിട്ട് ചൂടായി വരട്ടെ. ഇപ്പോൾ പാനിൽ വെളിച്ചെണ്ണ ചെറുതായിട്ട് ചൂടായി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ റെഡിയാക്കി വെച്ച കോയിൻ വട അതിനകത്ത് ഇട്ട് കൊടുക്കുക. ഇതിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് തീ ഒന്ന് മീഡിയം ആക്കണം. എന്നാലേ ഞാൻ പറഞ്ഞല്ലോ, ചെമ്മീനും തേങ്ങയും എല്ലാം വേകാനുള്ളതാണ്. ഇതെല്ലാം പച്ചക്കാണ് നമ്മൾ ചേർത്തേക്കുന്നത്, ഇഞ്ചിയും വെളുത്തുള്ളിയും കാന്താരി മുളകും എല്ലാം. അപ്പോൾ അതൊക്കെ ഒന്ന് വെന്ത് കിട്ടണം. അപ്പോൾ ഒരു മീഡിയം ഹീറ്റിൽ നമുക്കതിനെ 2 സൈഡും നല്ല മൊരിച്ചെടുക്കണം. ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ആ വെളിച്ചെണ്ണയിൽ കിടന്ന് അതിങ്ങനെ നന്നായിട്ട് മൊരിഞ്ഞ് വരുന്നുണ്ട്. ഇവിടെ കിച്ചണിൽ ആകെ ആ ചെമ്മീൻ വറുക്കുന്നതിന് നല്ലൊരു സ്മെല്ലും വരുന്നുണ്ട്. ഇത് ഫ്രഷ് ചെമ്മീനും ആണെങ്കിലും അത് ചൂടോടെ കഴിക്കണം, അതാണ് അതിൻ്റെ ടേസ്റ്റ്. നല്ല ചൂടോടെ അത് നല്ല മൊരിഞ്ഞ്, പുറമൊക്കെ നല്ല മൊരിഞ്ഞ് നല്ല ബ്രൗൺ കളറാകും ഈ ചെമ്മീൻ വറുത്ത് വരുമ്പോഴത്തേക്കും. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഞാൻ തിരിച്ചിട്ട് നോക്കി, ഒരു സൈഡ് ഓൾമോസ്റ്റ് ബ്രൗൺ ആയിട്ടുണ്ട്. ഇങ്ങനെ 2 സൈഡും നല്ല മൊരിച്ചെടുത്ത് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാകും. ഞാനത് പ്രസൻറ്റ് ചെയ്യുന്ന കാണിച്ചു തരാം. അപ്പോൾ പറ്റുന്നത് എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് അങ്ങനത്തെ ഒത്തിരി റെസിപ്പീസ് ഇതിനകത്തുണ്ട്. അപ്പോൾ എല്ലാവരുടെയും സഹായം എനിക്ക് വേണേ.